Okay. So let's welcome Shivagami Kutti and her family on stage. കുടുംബസമേതം. ഇത് ഭയങ്കര സന്തോഷത്തിലാണ്. ഹാപ്പിയാണ് ശിവകാമി കുട്ടി. ഇവിടെ വരെ ചിരിച്ചിട്ടുണ്ട്. ഹായ് ശിവകാമി കുട്ടി. എല്ലാരും വന്നിട്ടുണ്ടോ? ശിവകാമി കുട്ടി കൊറേ കാലായി കണ്ടിട്ട്. സുഖായിരിക്കണോ അല്ലേ? പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഗംഭീരം. മുല്ലപ്പൂ കേട്ടിട്ടുണ്ട്. ഒറിജിനലാണ്? അല്ല, ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടാ. ഈ പാവാടയും ബ്ലൗസ് നന്നായിട്ട് ചേരണുണ്ടേ കുഞ്ഞിന്. നല്ല രസമുണ്ട്. വള കൊറേ വള. അത് രസമുണ്ട്. സാധാരണ ഇത്രയും വള ഇടാറില്ലല്ലോ. ഇല്ല സാധാരണ ഇത്ര എനിക്കറിയില്ല. പാട്ടിന്റെ ടെൻഷൻ കൊണ്ട് വരാറുണ്ട്. പക്ഷെ ഇന്ന് നല്ല ചിരി. അവിടുന്ന് വരുമ്പോഴേ സൂപ്പർ ചിരി. എപ്പോഴും വേണം ഇതുപോലെ ചിരി. എനിക്ക് തോന്നുന്നു ഈ പാട്ട് കുറച്ചുകൂടി കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി സ്പീഡിലാണ് വന്നത്. വേഗം വന്ന് പാടണം. അതെ. അതുപോലെ കൂട്ടുകാരും ഫാലിമി ഒക്കെ വന്നിട്ടില്ലേ? ഫാലിമി സപ്പോർട്ട് ഉണ്ടല്ലോ. ഏത് പാട്ടാണ്? എനിക്കെന്തേ തന്നില്ല അല്ലേ? കൃഷ്ണ തുളസി കതിരായി ജന്മം അല്ലെ? ഗായത്രി പാടിയ പാട്ടല്ലേ? ഗായനൊരു വലിയൊരു ഹായ്. എനിക്ക് ഇഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരിയാണ്. എൻ്റെ പാട്ടുകളും പാടിയിട്ടുണ്ട്. പെരുമഴക്കാലം എന്നുള്ള സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഗായുവാണ് പാടിയിരിക്കുന്നത് കൂടുതൽ. അതൊക്കെ അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ ഓർക്കാണ്. അപ്പൊ ഗായു അത് പാടിയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. സിനിമ സസ്നേഹം സുമിത്ര, സംഗീതം ഔസേപ്പച്ചൻ സാറ്, വരികൾ ഷിബു ചക്രവർത്തി സാറ്, വർഷം 2004. അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുഴലിൻ്റെ നാദമാണല്ലോ. പുഷ്പാഞ്ജലിക്കാൻ ഇരുത്തു ചെത്തിയും ചെമ്പക പൂക്കളും കണ്ണാ. പുഷ്പങ്ങളെല്ലാം വിരിയുമീ ലോകത്തിൻ ഉദ്യാന ബാലകൻ നീ എന്നറിയാതെ എന്തേ നീ കണ്ണാ, എന്തേ നീ കണ്ണാ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ, എന്തേ നീ കൃഷ്ണ, എന്നെ നീ കണ്ടില്ല, എങ്ങോ കടിയുന്നു പാവമേ ഗോപിക. കൃഷ്ണ 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 ശ്രീ കൃഷ്ണ. ഞാനിപ്പോഴേ നമ്മുടെ ശിവഗാമി കുഞ്ഞിന്റെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ മുഖത്ത് നോക്കും. എന്ന് വെച്ചാ അവിടെ ഒരു പുഞ്ചിരി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഷുവറാണ് ശിവഗാമി കുഞ്ഞ് വണ്ടർഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടെന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഓഫ് ഡേ ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഓഫ് ഡേ ആണ്. മോക്ക് എന്തെങ്കിലും ശബ്ദത്തിന് എന്തെങ്കിലും സുഖമില്ലാതെ പ്രശ്നമുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെ തോന്നി, പാടിയപ്പോഴത്തേക്ക് അങ്ങനെ തോന്നി. കാരണം ശബ്ദത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ശബ്ദത്തിന് പ്രശ്നമില്ലെങ്കിലും ചില ദിവസത്തിൽ നമുക്ക് അത്രയും സ്വതന്ത്രമായിട്ട് പാടാൻ പറ്റും, ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഒരു ഗ്ലും ഒക്കെ വന്നു, ഒരു ഗ്ലുമൊക്കെ വന്നു. ഗ്ലും കേട്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വന്നത് ഏറ്റവും വലിയ സ്നേഹമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അതിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ കുഞ്ഞനിയൻ അവിടെ ശിവഗാമി കുട്ടിയായിട്ട് തന്നെ കുഞ്ഞനിയൻ അവിടെ അഭിനയിച്ചു എന്നുള്ളതാണ്. അഭിനയിക്കുകയായിരുന്നില്ല, അവനവിടെ ജീവിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു എന്തോ നെഞ്ചിലെന്തോ ഒരു ഹെവിനെസ് എനിക്ക് ഫീൽ ചെയ്തു, ഒരു ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ കഥയാണ്. ഡോക്ടർ വളരെയധികം സ്നേഹത്തോടുകൂടി പരിചരിച്ചു. പിന്നെ അവസാനം നമ്മുടെ കണ്ണൻ വന്നു, കൃഷ്ണനും ഒരു ഹായ്. അത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ? ശിവഗാമി എൻ്റെ അളിയൻ്റെ മകളാണ്, ലോട്ടസ്. മുരളീധരൻ ശിവഗാമിയുടെ അപ്പൂപ്പനാണ്. അപ്പൂപ്പനാണ്. അപ്പൂപ്പനാണ് പാട്ട് പഠിപ്പിച്ചത്. പേര് അഞ്ജന, എന്റെ മാമന്റെ മോളാണ്. എൻ്റെ പേര് ശിവാനി, ഞാൻ ശിവഗാമിയുടെ വല്യച്ഛൻ്റെ മോളാണ്. ഹായ്. ഞാൻ ശാലിനി, ശിവഗാമിയുടെ വല്യമ്മയാണ്. എന്റെ പേര് അംബിക, ശിവഗാമിയുടെ അപ്പച്ചയാണ്. എപ്പോഴും പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പം തരുന്നത് എന്തോ അത് കുടുംബം. നമ്മൾ സംഗീതത്തിന്റെ ഇമ്പം പോലെ തന്നെയാണ്. അപ്പൊ കൂടുമ്പോൾ ആ ഒരു ഇമ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഭഗവാനും കൂടെ അതിനകത്ത് ചേരുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പം ഒത്തിരി കൂടുന്നുണ്ട്. ഒരു മുത്തിലും മുത്തായ ഒരു മണിമുത്ത് കിട്ടി എന്ന് നമുക്ക് ടോപ്പ് സിംഗർ സീസൺ 6 പറയുന്നുണ്ടെങ്കിൽ അത് ശിവഗാമി കുഞ്ഞുങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് പാടിയതിൽ കുറച്ച് പ്രശ്നങ്ങൾ അറിയാലോ. എനിക്ക് തോന്നുന്നു കുറച്ച് ശബ്ദത്തിന് ഒരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ വൈബ് കിട്ടും, ആ എനർജി കിട്ടും, ആ ടോട്ടാലിറ്റി കിട്ടും. അതൊക്കെയാണ് കേട്ടോ. കൃഷ്ണ എന്ന് പാടിയത് ആ സംഗതികളൊന്നും നമുക്ക് വേണ്ട രീതിയിൽ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആ ഗ്ലും വന്നു, അതൊരു വലിയ പ്രശ്നമല്ലെങ്കിലും നമ്മൾ ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ത്രോട്ട് ഡ്രൈ ആവുന്നത് ഇങ്ങനെ അറിയാനുണ്ടായിരുന്നു, കേൾക്കാനുണ്ട് ഓരോന്ന് പാടുമ്പോഴും. അമ്മ നോക്കണ്ട, അമ്മ അച്ഛനെ നോക്കണ്ട, ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊരു കുടുംബമല്ലേ, നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ തരുന്ന ഒരു അമൃതമായ ഒരു വേദിയാണ്. എത്ര സീസൺസിലൂടെ എത്ര കുഞ്ഞുങ്ങൾ പാട്ടിന്റെ ആകാശങ്ങളിൽ പറക്കുന്നുണ്ട്. നമ്മുടെ ശിവഗാമി കുഞ്ഞിനെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. Cloud 9 എന്ന് പറയും, അവിടെയാണ് കാണുന്നത്. അത്രയും ടാലന്റ് ഉള്ള ഒരു ഗംഭീരം
ആയിട്ടുള്ള ഒരു പാട്ടുകാരിയായിട്ട് നാളേക്ക് വരാൻ പോകുന്ന ആളാണ്. അപ്പോൾ മൈനർ ഗ്ലിച്ചസ് എന്ന് നമുക്ക് പറയാം അല്ലേ, ചെറിയ ചെറിയ തടസ്സങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ണടയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു ഓഫ് ഡേ ആയിട്ട് എടുക്കാം. അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഇനി റെഡി ആവാം. ഓക്കെ, വോയിസ് റെസ്റ്റ്, ഒരു 2 ദിവസം വോയിസ് റെസ്റ്റ് കൊടുക്കണം. റൈറ്റ്. ഇന്ന് MJ സർ പറഞ്ഞ പോലെ ചെറിയൊരു ഓഫ് ഡേ. എനിക്കും തോന്നിയത് ത്രോട്ട് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചില ഓരോ അക്ഷരം പറയുമ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ഗ്ലൂം ഒക്കെ വന്നു. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഫുൾ ഫാമിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തില് ശിവകാമി കുട്ടിയുടെ കഥ എന്താ പറയാ ഈ ഫാമിലി റൗണ്ടിൽ പെർഫോം ചെയ്തു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഒരുപാട് സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു പിച്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഇന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ സമ്മർ സീസണിൽ ധാരാളം വെള്ളം കുടിക്കണം മോളെ. ഓക്കെ, വേണ്ടെങ്കിലും കുടിക്കണം. പാടുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം കുടിക്കാമായിരുന്നു. അപ്പോൾ ഇന്നൊരു നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. മോളുടെ ഫാമിലി കംപ്ലീറ്റ് മോളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തി. അതൊരു ഇമോഷണൽ മൂമെന്റ് ആണ് ശരിക്കും. ഞങ്ങൾക്കും അത് വളരെ സന്തോഷമാണ്. അതെ, കാരണം മോളുടെ പാട്ടിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഫാമിലിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ലേ. അപ്പം അത്രയും സപ്പോർട്ട് അവരൊക്കെ തന്നു. മോളുടെ ജീവിതം തന്നെ ഇവിടെ പ്രസന്റ് ചെയ്തു. അതൊരു ഭയങ്കര ഇമോഷണൽ ടച്ചുള്ള സാധനമാണ്. മോൾക്ക് വോയിസിന് പ്രശ്നം വന്നതും അവരെല്ലാം കൂടി സപ്പോർട്ട് ചെയ്തതും അങ്ങനെ ദൈവം ബ്ലെസ് ചെയ്തതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ടാലൻ്റാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഭയങ്കര അത്ഭുതമാണ് മോള്. ഇത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു മെച്യൂരിറ്റി, ഒരു കാം ആൻഡ് കമ്പോസ്ഡ് സിംഗിങ്, എല്ലാ ന്യൂആൻസസും മനസ്സിലാക്കി പെർഫെക്റ്റ് ഷോട്ട് അടിക്കുന്ന ഒരു സിംഗറാണ് മോള്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മോൾക്ക് ആ യൂഷ്വൽ ആ പെർഫെക്ഷനോട് കൂടി പാടാൻ പറ്റിയില്ല. തൊണ്ടയ്ക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം. അത് സാരില്ല നമ്മളെ, ചില ദിവസം അങ്ങനെയാണ്. നമുക്കൊക്കെ എപ്പോഴും പറ്റുന്നതാണ് ഇതൊക്കെ. പക്ഷെ അത് സാരമില്ല. അത് അച്ഛനും അമ്മയോടും പറയാണ്, ഒരിക്കലും അതൊരു സീരിയസ് ആയിട്ട് കണക്കാക്കണ്ട. വോയിസ് നല്ല റെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ തന്നെ മോൾക്ക് അതിഗംഭീരമായിട്ട് പാടാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത പാട്ട് നല്ല പാട്ട്, ഈ സീനിന് പറ്റിയ പാട്ടായിരുന്നു അത്. ചെറിയ ചെറിയ ഗ്ലിച്ചസ് വന്നു, അതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. ഭാവിയിൽ വളരെ ഭംഗിയായിട്ട് മോൾക്ക് പാടാൻ സാധിക്കും. അത് ധൈര്യമായിട്ടിരിക്കും, ഒരു സങ്കടപ്പെടേണ്ട. മോളെപ്പോഴും പക്ഷേ അങ്ങനെ ഒരു മോശമായിട്ട് പാടിയാലും അങ്ങനെ അപ്സെറ്റ് ഒന്നും ആവാറില്ല. ഇന്നും അപ്സെറ്റ് ആയിട്ടില്ല. ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ മനസ്സിന് നല്ല ധൈര്യമുള്ള മോളാണ്. അതെപ്പോഴും വേണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ശിവകാമി കുഞ്ഞിന് അപ്പോൾ ഇന്ന് 95.75 അപ്പൊ ശിവകാമിക്കുട്ടി ഇനി ഒത്തിരി മിടുക്കിയായിട്ട് വരണം. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. കണ്ടതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് പെയ്യണം? മധുരമഴ പെയ്യണം. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.